ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഡീറ്റെയിൽ സിലബസ് ഫോർ ഡിഗ്രി ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ. ഇപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് അതുപോലെയുള്ള എക്സാമിനേഷൻസിനൊക്കെ പ്രിലിമിനറി എക്സാമിനേഷൻ ഉണ്ടെന്ന് നമുക്കറിയാം. സോ അതിന് വേണ്ടിയിട്ടുള്ള സിലബസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് കവറപ്പ് ചെയ്യാം. ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം ഇത് ആദ്യമായിട്ട് PSC ട്രൈ ചെയ്യുന്ന അല്ലെങ്കിൽ ഡിഗ്രി ലെവലിൽ ചെയ്യുന്ന ഫ്രഷേഴ്സിനൊക്കെ ഒരു പുതിയ കാര്യമായിരിക്കും. പക്ഷേ ഓൾറെഡി ഇതിനകത്തുള്ളവർക്ക് ഇത് തുടർന്ന് കാണേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കേരള ഹിസ്റ്ററി ഉണ്ട്, അതുപോലെ ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട്. കേരള എന്ന് പറയുന്ന അറൈവൽ ഓഫ് യൂറോപ്യൻസ് മേ ബി 1498 തൊട്ട് വാസ്കോഡഗാമ വന്നില്ലേ, ആ ഒരു ടൈം തൊട്ട് പിന്നീടുള്ള പോർച്ചുഗീസ് അല്ലെ ഡച്ച് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. ലാസ്റ്റ് ബ്രിട്ടീഷുകാരൊക്കെ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഹിസ്റ്ററീസൊക്കെ നമ്മൾ അവിടെ കവർ ചെയ്യണം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ കോൺട്രിബ്യൂഷൻസ് ഓഫ് യൂറോപ്യൻസ് വരുന്നുണ്ട്. ദെൻ ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ, മാർത്താണ്ഡവർമ്മ രാജാവ് തൊട്ട് ശ്രീ ചിത്രരഥനാഥ് വരെയുള്ള അതിനകത്ത് പല പല കാര്യങ്ങളുണ്ട്. അതായത് അടിമത്തം നിർത്തലാക്കുക, അല്ലെങ്കിൽ ഒരുപാട് സോഷ്യൽ റിഫോംസ് ഇതിനിടയ്ക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ സേതുലക്ഷ്മി ഭായി ഒക്കെ ചെയ്യുന്ന ഓരോരോ സോഷ്യൽ റിഫോംസ് ആക്ടിവിറ്റീസ് ഉണ്ട്. അതൊക്കെ നമ്മൾ കവറപ്പ് ചെയ്യുന്നുണ്ട്. ബുള്ളറ്റ് പോയിൻറ്റ്സ് ആയിട്ട് പഠിച്ചാൽ മതി. ഡേറ്റ്സ് ഒക്കെ നന്നായിട്ട് ഓർത്തിരിക്കണം അവിടെ. പിന്നെ സോഷ്യൽ ആൻഡ് റിലീജിയസ് റീഫോം മൂവ്മെൻറ്റ് അല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ കേരള റിനൈസൻസ് ഒക്കെ വരുമല്ലോ. അതായത് ചട്ടമ്പിസ്വാമി, അതുപോലെ വൈകുണ്ഠസ്വാമികൾ, അയ്യങ്കാളി, അങ്ങനെ സഹോദരൻ അയ്യപ്പൻ, അങ്ങനെ കുറേ ആളുകൾ സോഷ്യൽ റീഫോംസ് ഒക്കെ ചെയ്യുന്നുണ്ട് അല്ലേ. അതൊക്കെ നമ്മൾ കവറപ്പ് ചെയ്യണം കേട്ടോ. പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് നാഷണൽ മൂവ്മെൻറ്റ് ഇൻ കേരള. മേ ബി കേളപ്പൻ്റെ കാര്യങ്ങൾ, അല്ലെങ്കിൽ കോൺഗ്രസ് എങ്ങനെയാണ് നമ്മുടെ ഇവിടെ അഫക്റ്റ് ചെയ്തത്, അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ലിറ്റററി സോഴ്സസ് ഓഫ് കേരള ഹിസ്റ്ററി, അതിൻ്റെ നമ്മുടെ സാഹിത്യപരമായ കാര്യങ്ങൾ, മേ ബി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കവറപ്പ് ചെയ്യണം. പിന്നെ യുണൈറ്റഡ് കേരള മൂവ്മെൻറ്റ്, അതുപോലെ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഹിസ്റ്ററി ഓഫ് കേരള ആഫ്റ്റർ 1956 കേരളം രൂപീകൃതമാകുന്നത്. അതിന് ശേഷമുള്ള സോഷ്യൽ ഹിസ്റ്ററി, മേ ബി ആരായിരുന്നു ആദ്യത്തെ ചീഫ് മിനിസ്റ്റർ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇയേഴ്സ്, അല്ലെങ്കിൽ എത്ര പ്രാവശ്യം എമർജൻസി അനൗൺസ് ചെയ്യുമല്ലോ, അടിയന്തരാവസ്ഥ. സോ അത് വരുന്നുണ്ടല്ലോ. സോ അതെല്ലാം കവറപ്പ് ചെയ്യുന്നതാണ് കേരള ഹിസ്റ്ററിയിൽ. പിന്നെ ഇന്ത്യൻ നോക്കുവാണെങ്കിൽ മിഡീവൽ ഇന്ത്യയുണ്ട്, പിന്നെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി, അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ് വരുന്നുണ്ട്, കോൺട്രിബ്യൂഷൻസ്, പിന്നെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ബ്രിട്ടീഷ് 1600 ആൻഡ് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഫോർമേഷൻ ഓഫ് INC ആൻഡ് INCൻ്റെ ലീഡേഴ്സ്, ഫോർ എക്സാമ്പിൾ ബാൽ ഗംഗാധർ തിലക്, അല്ലെങ്കിൽ ആനി ബെസൻറ്റ്, അങ്ങനെയുള്ളവരുണ്ട്. പിന്നെ എന്താണ് എക്സ്ട്രീമിസ്റ്റിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലേ. അപ്പം അതിനകത്ത് അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് കവറപ്പ് ചെയ്യുന്നുണ്ടാവും. പിന്നെ ഫസ്റ്റ് ന്യൂസ് പേപ്പർ, അതുപോലെ ലിറ്ററേച്ചർ ആൻഡ് ആർട്ട് ഡ്യൂറിങ് ദി ഫ്രീഡം സ്ട്രഗിൾ അല്ലേ. നമുക്ക് ഒരുപാട് പേര്, ഫോർ എക്സാമ്പിൾ രവീന്ദ്രനാഥ് ടാഗോർ ഉണ്ടായിരിക്കും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഇൻഡിപെൻഡൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് മഹാത്മാഗാന്ധിയുടെ വെരി ഡിഫറെൻറ്റ് മൂവ്മെൻറ്റ്സ് ഉണ്ട് അല്ലേ. നോൺ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഉണ്ട്, ദണ്ഡി മാർച്ച്, അങ്ങനെ കുറേ വരുന്നുണ്ട്. പിന്നെ സത്യാഗ്രഹാസ് വരുന്നുണ്ട്. എക്സ്ട്രീമിസ്റ്റ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ, പിന്നെ അത് INC തന്നെ പിളരുമല്ലോ, അപ്പോൾ വരുന്ന എക്സ്ട്രീമിസ്റ്റിൻ്റെ സുഭാഷ് ചന്ദ്രബോസിൻ്റെ കാര്യങ്ങൾ, അങ്ങനെയുള്ള ഒരു കൂട്ടം. പിന്നെ കോൺഗ്രസിൻ്റെ എലക്ഷൻസ് വരുന്നുണ്ട്. കാൻഡിഡേറ്റ്സ് ഇപ്പം ഒരു പ്രാവശ്യം എക്സ്ട്രീമിസ്റ്റും അതുപോലെ ദ ഓപ്പോസിറ്റ് ഗ്രൂപ്പ് അവരും പ്രസിഡൻസിനെ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആര് വിൻ ചെയ്തു, മഹാത്മാഗാന്ധി ആരെ സപ്പോർട്ട് ചെയ്തു, അങ്ങനെ. പിന്നെ ഇന്ത്യസ് ഇൻഡിപെൻഡൻറ്റ്, പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ആൻഡ് പീരീഡ് സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ ഉണ്ട് അല്ലേ. പ്രിൻസ്ലി സ്റ്റേറ്റ്സിലെല്ലാം കൂടെ ഓർഗനൈസ് ചെയ്യുന്നത് വല്ലഭായ് പട്ടേലിൻ്റെ നേതൃത്വത്തിലാണ് അല്ലേ. അപ്പോൾ ഹൈദരാബാദ് വിട്ടു നിന്നു, അവസാനം ഹൈദരാബാദിനും ജോയിൻ ചെയ്യേണ്ട വന്നു. പിന്നെ ജമ്മു കാശ്മീരിൻ്റെ കാര്യം, അങ്ങനെയുള്ള. പിന്നെ ഡെവലപ്മെൻറ്റ് സയൻസ് എഡ്യൂക്കേഷൻ ടെക്നോളജിയിൽ വരുന്നത് ISROയുടെ ഫസ്റ്റ് ഓർമ്മയില്ലേ, അബ്ദുൽ കലാം സൈക്കിളിൻ്റെ പുറകിൽ ഒരു ചെറിയ റോക്കറ്റ് വെച്ചുകൊണ്ട് ഫസ്റ്റ് പരീക്ഷണത്തിന് പോകുന്നത്, ഫസ്റ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, അതിൻ്റെ ഇയേഴ്സ്, തുമ്പ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഫോറിൻ പോളിസി ആൻഡ് പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ 1951 ശേഷം വരുന്ന കാര്യങ്ങൾ എല്ലാം അതിനകത്ത് വരും. പിന്നെ വേൾഡിൻ്റെ കാര്യം വരുന്നുണ്ട്. ഗ്രേറ്റ് റിവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട്, ദെൻ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് വരുന്നുണ്ട്, ഫ്രഞ്ച് റെവല്യൂഷൻ ഒക്കെ പണ്ട് നമ്മൾ സോഷ്യലി പഠിച്ചതാണ്. ബട്ട് റഷ്യൻ റെവല്യൂഷൻ, ചൈനീസ് റെവല്യൂഷൻ, പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ കേട്ടോ. അപ്പം ഫസ്റ്റ് വേൾഡ് വാർ വരുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നത് ഇതിനകത്ത്. സോ പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ. പിന്നെ UNO ആൻഡ് അതർ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസിൻ്റെ കാര്യം വരുന്നുണ്ട് അല്ലേ. സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമാണ് UNO വരുന്നത്. അതിന് മുന്നേ ലീഗ് ഓഫ് നേഷൻസ് ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ UNO വരുന്നുണ്ട്. പിന്നെ അതിൻ്റെയൊക്കെ ഫസ്റ്റ് ആളാരായിരുന്നു, അതുപോലെ ഇയേഴ്സ് എല്ലാം വളരെ
ഇതാണ് വീറ്റോ പവറിനെ പറ്റി നമുക്ക് പറയാം. അങ്ങനെയുള്ള പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കറണ്ട് അഫേഴ്സ് കേട്ടോ. അത് ഓഫ് കോഴ്സ് നമ്മൾ നോക്കണം, വേറെ റിസോഴ്സുകൾ നോക്കണം. എന്തെങ്കിലും കൈൻഡ് ഓഫ് വാരികളുണ്ടല്ലോ മാതൃഭൂമിയുടെയും അതുപോലെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കണം, അല്ലെങ്കിൽ നെറ്റ് നമുക്ക് കൺസിസ്റ്റൻ്റായിട്ട് നോക്കണം അങ്ങനെ. പിന്നെ ജോഗ്രഫിയിൽ വരുന്നതെന്ന് വെച്ചാൽ ജോഗ്രഫി ബേസിക്സ് വരുന്നുണ്ട്, എർത്ത് സ്ട്രക്ചർ ഉണ്ട് അല്ലേ, ക്രസ്റ്റ് മാൻറ്റൽ എന്നൊക്കെയുള്ള കോർ ഒക്കെ വരുന്നുണ്ട്, അറ്റ്മോസ്ഫിയർ വരുന്നുണ്ട്, ഡിഫറെൻറ്റ് ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് റോക്സ് നമ്മുടെ ഇന്ത്യയിലുള്ള. ഫോർ എക്സാമ്പിൾ ബ്ലാക്ക് സോൾട്ട്, ബ്ലാക്ക് അല്ല സെഡിമെൻ്ററി റോക്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ലാൻഡ് ഫോംസ് വരുന്നുണ്ട്, പ്രഷർ ബെൽറ്റ് ആൻഡ് വിൻഡ്സ്, മൺസൂൺ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ടെമ്പറേച്ചർ സീസൺസ് ഉണ്ട് അല്ലേ, നമ്മുടെ സീസൺസ് എന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് ഫ്രം യൂറോപ്യൻസ് അല്ലേ. അപ്പം നമുക്ക് മൺസൂൺ ഉണ്ട്, അങ്ങനെ പല പല ഡിഫറെൻറ്റ് കാര്യങ്ങളുണ്ട്. ഗ്ലോബൽ വാർമിംഗ് അതെങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു, നമ്മുടെ ഡിഫറെൻറ്റ് ടൈപ്സ് പൊല്യൂഷൻസ് ഉണ്ട് അല്ലേ. പൊല്യൂഷൻസ് ഒക്കെ ആണെങ്കിലും നമുക്കറിയാം സ്ട്രാറ്റോസ്ഫിയറിലുള്ള ഓസോൺ ലെയറിനൊക്കെ ഒരു കാലത്ത് അത് അഫക്റ്റ് ചെയ്തിരുന്നു അല്ലേ. അതിന് കോമൺ കോസ് എന്ന് പറഞ്ഞാൽ CFC ആയിരുന്നു. അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാപ്സ്, ടോപ്പോഗ്രഫിക് മാപ്സ്, പിന്നെ സയൻസ്, റിമോട്ട് സെൻസിങ്ങിനെ പറ്റി, അതുപോലെ ജോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം, ഓഷ്യൻസ്, അതിനകത്തെ വേരിയസ് മൂവ്മെൻറ്റ്സ്, കോണ്ടിനെൻറ്റ്സ്, അതുപോലെ നേഷൻസ്, അതിൻ്റെ സ്പെസിഫിക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം ഇതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നു. പിന്നെ ഇന്ത്യയുടെ നോക്കുവാണെങ്കിൽ വിസിയോഗ്രഫി നമുക്കറിയാം അല്ലേ, പ്ലേറ്റോ, അതുപോലെ മൗണ്ടെയ്ൻസ്, ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലാൻഡ്സ് ഉള്ള സ്ഥലമാണ് ഇന്ത്യ. പിന്നെ സ്റ്റേറ്റ്സ് ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ് അല്ലേ, നമ്മുടെ ഓരോ സ്റ്റേറ്റ്സിനും ഓരോ ഫീച്ചേഴ്സ് ഉണ്ട്. അതുപോലെ നോർത്തേൺ മൗണ്ടൻ റീജിയൻ, റിവേഴ്സ്, അത് നമുക്കറിയാമല്ലോ, റിവേഴ്സിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ, പെൻസുലർ പ്ലേറ്റോ, അതെങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, കോസ്റ്റൽ പ്ലെയിൻസ് എന്തൊക്കെയാണ് അല്ലേ. പിന്നെ ക്ലൈമറ്റ്, നാച്ചുറൽ വെജിറ്റേഷൻ, അഗ്രികൾച്ചർ, മിനറൽസ് ആൻഡ് ഇൻഡസ്ട്രീസ്, എനർജി റിസോഴ്സസ്, ട്രാൻസ്പോർട്ട് സിസ്റ്റം, റോഡ്, വാട്ടർ, റെയിൽവേ, എയർ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളതിനകത്ത് കവറപ്പ് ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് വരുന്നത് കേരളയുടെ ഫിസിയോഗ്രഫി വരുന്നുണ്ട് അല്ലേ, ഡിസ്ട്രിക്ട്സ്, അതിൻ്റെ ഫീച്ചേഴ്സ്, അതുപോലെ റിവേഴ്സ്, ക്ലൈമറ്റ്, മേ ബി വയനാട് ലാൻഡ് സ്ലൈഡ് ഉണ്ടായല്ലോ, അതിനെപ്പറ്റിയൊക്കെ ആ ഡേറ്റൊക്കെ ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും. നമുക്ക് അറിയില്ലല്ലോ, നമ്മൾ നന്നായിട്ട് കറണ്ട് അഫേഴ്സൊക്കെ ഫോളോ ചെയ്താൽ മാത്രമേ അത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ഫ്ലഡൊക്കെ ഉണ്ടായില്ലേ, അതിൻ്റെയൊക്കെ ജസ്റ്റ് ആ ഡേറ്റ് മാത്രം ഒന്ന് ഓർത്തിരുന്നാൽ വളരെ നല്ലതായിരിക്കും. നാച്ചുറൽ വെജിറ്റേഷൻ, ദെൻ വൈൽഡ് ലൈഫ്, അഗ്രികൾച്ചർ ആൻഡ് റിസർച്ച് സെൻറ്റേഴ്സ് ഏതൊക്കെയാണ് നമുക്കുള്ളത്, മിനറൽസ് ആൻഡ് ഇൻഡസ്ട്രീസ്, എനർജി റിസോഴ്സസ്, ട്രാൻസ്പോർട്ട് സിസ്റ്റം, റോഡ്, വാട്ടർ, റെയിൽവേ, സോ ഇതെല്ലാം നമുക്ക്. അതുപോലെ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ആദ്യം ഉണ്ടായത് എയർപോർട്ട് എന്ന് പറയുന്നത് തിരുവനന്തപുരമായിരുന്നു അല്ലേ, പിന്നെ കരിപ്പൂർ, പിന്നെ കൊച്ചിൻ എയർപോർട്ട് വന്നിട്ടുണ്ട്. സോ അതിനെപ്പറ്റിയും പിന്നെ കേരളത്തിലുള്ള കറണ്ട് അഫേഴ്സും വരുന്നുണ്ട്. പിന്നെ എക്കണോമിക്സ് വരുന്നത് നമ്മുടെ നാഷണൽ ഇൻകം, പെർ ക്യാപിറ്റ ഇൻകം, നമുക്കറിയാം ഇത്ര വർഷത്തിനകത്ത് നമ്മുടെ ഇന്ത്യ ഒരു സൂപ്പർ പവറായിട്ട് മാറാൻ പോവുകയാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് നമ്മളെ അഫക്റ്റ് ചെയ്യുന്നത്, അതുപോലെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, എക്കണോമിക് സെക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഇന്ത്യൻ എക്കണോമിക് പ്ലാനിങ് എന്താണ്, നമ്മുടെ 5 പ്ലാൻസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നീതി ആയോഗ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻ്റ്. ആൻഡ് ടൈപ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ഇക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, റിസർവ് ബാങ്ക് ആൻഡ് ഫങ്ഷൻസ്. നമുക്കറിയാം റുപ്പയുടെ സിമ്പിളാണെങ്കിലും റീസെൻ്റ്ലി അല്ലേ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ അതാരാണ് ഡിസൈൻ ചെയ്തത്, പിന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റുപ്പീസ് ഏതൊക്കെയാണ്, അതിൻ്റെ പുറകിൽ കാണുന്ന ഓരോ ഇതുണ്ടല്ലോ. നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സഞ്ജയ് സ്തൂപ ഒരു ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ ഒരു അങ്ങനെ ഡിഫറെൻറ്റ് ഇത് റെഡ് ഫോർട്ട് വരുന്നുണ്ട് അല്ലേ, അതോ പാർലമെൻറ്റ്, ഇങ്ങനെ ഡിഫറെൻറ്റ് ഇത് വരുന്നുണ്ട്. പിന്നെ ടാക്സ് ആൻഡ് നോൺ ടാക്സ് റവന്യൂ, GST പറ്റിയൊക്കെ ഒരു ബേസിക് ഐഡിയ ഉള്ളത് നല്ലതായിരിക്കും ഇവിടെ. പബ്ലിക് എക്സ്പെൻഡിച്ചർ, ബഡ്ജറ്റ്, ഫിസ്ക്കൽ പോളിസി, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ റൈറ്റ്സ്, ഇങ്ങനെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ റൈറ്റ്സ് ഒക്കെ ആണെങ്കിലും നന്നായിട്ട് പഠിച്ചിരിക്കണം കേട്ടോ. അപ്പം അതിനെപ്പറ്റിയൊക്കെ ഒരു അവയർനെസ് വേണം. മാത്രമല്ല എക്കണോമിക്സിലും കറണ്ട് അഫേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് മാത്രം പഠിച്ചാൽ പോരാ, നമുക്ക് നല്ലതായിട്ട് ന്യൂസ് പേപ്പർ വാങ്ങിച്ചാൽ മാത്രമേ നമുക്ക് അതിനെപ്പറ്റിയൊക്കെ ഒരു ഐഡിയ കിട്ടുള്ളൂ. നന്നായിട്ട് തന്നെ ന്യൂസ് ചാനൽസൊക്കെ ചുമ്മാ നമ്മൾ നോർമലി കാണുന്നതല്ല, ഇതുമായിട്ട് എക്കണോമിക് ന്യൂസസ് തന്നെ ഫോളോ ചെയ്യണം അവിടെ. അല്ല സ്പോർട്സ് ന്യൂസ് അവിടെ കറണ്ട് അഫേഴ്സിൻ്റെ കാര്യം വരുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇപ്പോൾ ഖേൽരത്ന റീസെൻ്റ്ലി പറഞ്ഞിട്ടുണ്ടല്ലേ, അപ്പോൾ ആർക്കൊക്കെയാണ് കിട്ടിയത്, അപ്പോൾ ഇത്തവണ ഗുകേഷിൻ്റെ കാര്യം ഒക്കെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഗുകേഷ് എത്രാമത്തെ ആയിരുന്നു, മീൻസ് ചെസ് ചാമ്പ്യൻഷിപ്പ് കിട്ടിയതിന് മുമ്പ് ആർക്കാണ് കിട്ടിയത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ വരുന്ന സിവിക്സ് ആണ് കേട്ടോ.
പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ബ്യൂറോക്രസി, ഫീച്ചേഴ്സ് ആൻഡ് ഫങ്ഷൻ, ഇന്ത്യൻ സിവിൽ സർവീസ്, സ്റ്റേറ്റ് സിവിൽ സർവീസ്, അതിൻ്റെ രൂപീകൃതമായ വർഷങ്ങൾ, ഇ ഗവേണൻസ്, അറിയാലോ നമ്മളിപ്പോൾ എല്ലാം ആ ഒരു രീതിയിലാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ലോക്പാൽ, ലോകായുക്ത, ഇൻഫർമേഷൻ കമ്മീഷൻ, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, വെരി ഇമ്പോർട്ടൻറ്റ്. ഗവൺമെൻറ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേറ്റീവ്, പിന്നെ ഇലക്ഷൻ, പൊളിറ്റിക്കൽ പാർട്ടീസ്, ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ ഉണ്ട്, ആക്ട്സ് ആൻഡ് റൂൾസ് റിഗാർഡിംഗ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ, വാട്ടർഷെഡ് മാനേജ്മെൻറ്റ്, ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ്, നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് പോളിസീസ് ഉണ്ട്, ലാൻഡ് റിഫോംസ് ഉണ്ട്, പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ, ചിൽഡ്രൻ ആൻഡ് ഓൾഡ് ഏജ് പീപ്പിൾ, സോഷ്യൽ വെൽഫെയർ, ഇതെല്ലാം അതിനകത്ത് വരുന്നതാണ്. കുറച്ച് ബോറിംഗ് ആണ്, ബട്ട് സ്റ്റിൽ വി നീഡ് ടു സ്റ്റഡി അല്ലേ. അതിനെപ്പറ്റിയുള്ള കറണ്ട് അഫേഴ്സും വരുന്നുണ്ട് കേട്ടോ. റീസെൻ്റ്ലി എന്തൊക്കെ ചേഞ്ചസ് വന്നു, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ മെയിൻ ആളാരാണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതുപോലെ ഇപ്പോഴത്തെ ലോക്പാൽ, ലോകായുക്ത, ഇതൊക്കെ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടല്ലോ, അത് പഠിക്കുകയാണെങ്കിൽ ഏറെക്കുറെ ഇപ്പോൾ സിവിക്സിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ ഈസിയാണ്. അത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഏറെക്കുറെ ആ മാർക്സ് ഉറപ്പാണ്. തറവായിട്ടത് പഠിച്ചു പോയച്ചാൽ മതി. ഫോർ എക്സാമ്പിൾ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയുടെ ഒക്കെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. പ്രിയാമ്പിൾ, ആരൊക്കെ കൂടിയാണ് അത് കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി രൂപീകരിച്ചത്, പ്രിയാമ്പിളിന് നമ്മൾ കോപ്പി ചെയ്തത് എന്താണ്, ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആവും കേട്ടോ. അത് ഞാനൊരു എന്താ പറയുക, ഈസി വേയിലാണ് അത് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഉണ്ട്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, ദെൻ സിറ്റിസൺഷിപ്പ്, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സ് ഉണ്ട്, പഞ്ചായത്തി രാജ്, ദെൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ദർ ഫങ്ഷൻസ്, എമർജൻസി, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് കേട്ടോ. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് കാണിക്കാറില്ല. ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുക, എപ്പോഴും മിക്കവാറും ചോദിക്കാറുണ്ട്. പിന്നെ അതിനെ സംബന്ധിച്ച കറണ്ട് അഫയേഴ്സ് കേട്ടോ. പിന്നെ ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ ഉണ്ട്. കേരളത്തിലെ പ്രധാന ദൃശ്യ ശ്രാവ്യ കലകൾ, ഇവയുടെ ഉദ്ഭവം, വ്യാപനം, പരിശീലനം എന്നിവ കൊണ്ട് പ്രശസ്തമായ സ്ഥലങ്ങൾ. കേരള കലാമണ്ഡലമൊക്കെ തീർച്ചയായിട്ടും നോക്കണം കേട്ടോ. അത് ആരാണ് ഫൗണ്ട് ചെയ്തത്, അതിൻ്റെ ഇയർ ഏതാണ്, അത് എൻ്റെ ആസ്ഥാനം എവിടെയാണ്, ഇതെല്ലാം ഉണ്ട്. അതുപോലെ ഇവിടെ പിന്നെ ഭരതനാട്യത്തിൻ്റെ കാര്യമുണ്ട്. അതുപോലെ കേരളത്തിൻ്റെ തനതായിട്ടുള്ള കലകൾ, കഥകളിയൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ. അതിൻ്റെ കോട്ടയം തമ്പുരാൻ്റെ ഒക്കെ ഉണ്ട് കഥകളി രൂപീകൃതമായ കാര്യങ്ങളൊക്കെ. ജസ്റ്റ് ഒരു ഐഡിയ ഉള്ളത് നല്ലതായിരിക്കും. അതുപോലെ പ്രശസ്തമായ സ്ഥാപനങ്ങളുണ്ട്, പ്രശസ്തരായ നർത്തകികൾ, വ്യക്തികൾ, കലാകാരന്മാർ ഒക്കെയുണ്ട്, പ്രശസ്തരായ എഴുത്തുകാരുണ്ടല്ലേ. MT വാസുദേവൻ നായർ റീസെൻ്റ്ലി മരിച്ച ആളാണ്. അദ്ദേഹത്തിന് ജ്ഞാനപീഠമൊക്കെ കിട്ടിയിട്ടുണ്ട്, അറിയാലോ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരുടെയൊക്കെ ഈ എഴുത്തുകാരുടെ പ്രശസ്തമായ കൃതികൾ, മാധവിക്കുട്ടിയുണ്ട് അല്ലേ. എഴുത്തച്ഛൻ തൊട്ടുള്ള കാര്യങ്ങൾ നന്നായിട്ട് ഒരുവിധം ഐഡിയ ഉണ്ടാവണം. നാലപ്പാട്ട് ബാലാമണിയമ്മ അല്ലേ, അങ്ങനെ കുറേ പേരുണ്ട്. സത്യം പറഞ്ഞാൽ കുറേ പഠിക്കാനുണ്ട്, പക്ഷേ നമ്മൾ പഠിക്കാതെ വേറെ വഴിയില്ലല്ലോ. അപ്പം നന്നായിട്ട് കഷ്ടപ്പെടുക, സ്മാർട്ട് വർക്ക് ചെയ്യുക, പെട്ടെന്ന് ഒരു ഷോർട്ട് ബുക്സൊക്കെ ഉണ്ടാക്കുക, നോട്ട്സായിട്ടൊക്കെ ഉണ്ടാക്കി നമുക്ക് പെട്ടെന്ന് റെഫർ ചെയ്യാൻ പറ്റും എക്സാമിൻ്റെ തലേന്ന്. റിവിഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പഠിച്ചു പോയാൽ മാത്രമല്ല, അത് പഠിച്ചത് നന്നായിട്ട് ഓർത്തിരിക്കത്തക്ക രീതിയിൽ എന്തെങ്കിലും ചെയ്യണം. അതുപോലെ കായിക രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെയും പ്രധാന കായിക താരങ്ങൾ. ഗുകേഷിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ഓൾറെഡി അല്ലേ. അവരുടെ കായിക ഇനങ്ങൾ, അവരുടെ നേട്ടങ്ങൾ, അവർക്ക് ലഭിച്ചിട്ടുള്ള ബഹുമതികൾ, അതുപോലെ പ്രധാന അവാർഡുകൾ അല്ലേ. അർജുന, ഖേൽ രത്ന, അങ്ങനെയുള്ള അവാർഡ്സ് ഉണ്ട്. ആർക്കെങ്കിലും റീസെൻ്റ്ലി പത്മ അവാർഡ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത്. ഇവരൊക്കെ ഏത് മേഖലയിലെ പ്രകടനത്തിനാണ് ഇവർക്ക് കിട്ടിയത്. അതുപോലെ ഇന്ത്യയിലെ മാത്രമല്ല, ലോകത്തിലേ ഉണ്ട് കേട്ടോ. ലോകത്തിലെന്ന് പറയുമ്പോൾ നമ്മുടെ വിംബിൾഡണും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. അത് പുൽക്കോട്ടാണോ അല്ലെങ്കിൽ എന്താണ് നോർമൽ ഇതാണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അത് ആണുങ്ങളുടെയും ഉണ്ട്, അതുപോലെ പെണ്ണുങ്ങളുടെയും. മീൻസ് ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ടു ബി കൺസിഡേർഡ്. പിന്നെ പ്രധാന ട്രോഫികളുണ്ട്, ബന്ധപ്പെട്ട മത്സരങ്ങൾ, കായിക ഇനങ്ങളുണ്ട്. ഈവൻ വള്ളംകളി തന്നെ റീസെൻ്റ്ലി നമ്മുടെ നെഹ്റു ട്രോഫി വള്ളംകളിയൊക്കെ നടന്നില്ലേ, അതിൻ്റെയൊക്കെ ആരാണ് വിജയിച്ചതെന്നൊക്കെ മനസ്സിലാക്കിയിരിക്കണേ. പിന്നെ പ്രധാന കായിക ഇനങ്ങളുണ്ട്, പങ്കെടുക്കുന്ന കളിക്കാരുടെ എണ്ണമുണ്ട് കേട്ടോ. ക്രിക്കറ്റിന് എത്ര പേരാണ് കളിക്കുന്നത് ഒരു ടീമിൽ നിന്ന്, അതുപോലെ ബാഡ്മിൻ്റൺ, അങ്ങനെയുള്ള കളികളുമായി ബന്ധപ്പെട്ട പ്രധാന പദങ്ങൾ എന്തൊക്കെയാണ്,
എന്നുള്ള കാര്യം വെരി വെരി ഇമ്പോർട്ടൻ്റ്. ഫോർ എക്സാമ്പിൾ ക്രിക്കറ്റിന് പറയുവാണെങ്കിൽ വിക്കറ്റ് അല്ലേ, അമ്പയർ, ബാറ്റ്സ്മാൻ, അല്ലെങ്കിൽ ക്ലീൻ ബൗൾഡ് ആവുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ചെസ്സിനാണെങ്കിലും അതുപോലെ എന്താ പറയുക, ചെസ്സിനകത്ത് പിന്നെ എന്തുവാ അതിൻ്റെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് വേണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ അതിൻ്റെ കട്ടകളൊക്കെ ആരൊക്കെയാണ് എന്നൊക്കെ, ഇപ്പം പോണുണ്ട് അല്ലെങ്കിൽ ബിഷപ്പുണ്ട്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ചോദിക്കില്ലായിരിക്കും. പക്ഷേ ക്രിക്കറ്റ്, ബാഡ്മിൻ്റൺ, ബാസ്കറ്റ് ബോൾ, ഹോക്കി ഈസ് ഇമ്പോർട്ടൻറ്റ്. അതുപോലെ ഒളിമ്പിക്സ് അടിസ്ഥാന വിവരങ്ങൾ, നമുക്ക് റീസെൻ്റ്ലി ഒളിമ്പിക്സ് ഉണ്ടായിരുന്നു, അതിനകത്ത് ആർക്കൊക്കെ മാറ്റുരയ്ക്കാൻ പറ്റി എന്നൊക്കെയുള്ള കാര്യങ്ങൾ, അടിസ്ഥാന വിവരങ്ങളുണ്ട് കേട്ടോ. ഒളിമ്പിക്സ് ഒരു പ്രത്യേകമായിട്ട് തന്നെ അത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ജസ്റ്റ് ജനറലൈസ് ചെയ്തിട്ടില്ല, പക്ഷേ അത് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട വേദികൾ എവിടെയാണ്, ആദ്യത്തെ ഒളിമ്പിക്സ് എവിടെയായിരുന്നു, പിന്നെ പ്രശസ്തമായ വിജയങ്ങൾ, കായിക താരങ്ങൾ, കൂടുതലും ഇന്ത്യക്കാരെയായിരിക്കും ഫോക്കസ് ചെയ്യുന്നതായിരിക്കും ഗുണം എന്ന് തോന്നുന്നു. ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനങ്ങളുണ്ട്. അതുപോലെ ഒളിമ്പിക്സിൽ ഏതെങ്കിലും രാജ്യത്തിലെ പ്രത്യേക ഒരാൾക്ക് ഏറ്റവും മെഡൽസ് കിട്ടിയിട്ടുണ്ടോ, ഏറ്റവും ഫസ്റ്റ് വന്ന കൺട്രി ഏതാണ്? വിൻ്റർ ഒളിമ്പിക്സും ഉണ്ട്, പാരാ ഒളിമ്പിക്സും ഉണ്ട് കേട്ടോ. അതുപോലെ ഏഷ്യൻ ഗെയിംസ്, ആഫ്രോ ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ്, സാഫ് ഗെയിംസ്, ഇതിൻ്റെ എല്ലാം വേദികൾ, രാജ്യങ്ങൾ, ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനം ഒക്കെ നോട്ട് ചെയ്യണം. അടുത്തത് ദേശീയ ഗെയിംസ്, പിന്നെ ഗെയിംസിൻ്റെ ഇനങ്ങളുണ്ട്, പിന്നെ ഓരോ രാജ്യത്തിൻ്റെയും ദേശീയ കായിക ഇനങ്ങൾ, വിനോദങ്ങളെല്ലാം ഉണ്ട്. പിന്നെ വരുന്നതാണ് സാഹിത്യം. ഉണ്ടോ, സാഹിത്യം പിന്നെയും സെപ്പറേറ്റ് കൊടുത്തിരിക്കുകയാണ്. നേരത്തെ നമ്മൾ നോക്കിയായിരുന്നു, എഴുത്തുകാരുടെ ഒരു ഇതുണ്ടായിരുന്നു, ഒരു ജസ്റ്റ് ഒരു റെഫറൻസ് ഉണ്ടായിരുന്നു. ഇവിടെ നോക്കിയേ, മലയാളത്തിലെ പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങൾ, ആദ്യ കൃതികൾ, കർത്താക്കൾ എല്ലാം കണ്ടോ. ഓരോ പ്രസ്ഥാനത്തിലെയും പ്രധാന കൃതികൾ, അവയുടെ കർത്താക്കൾ, എഴുത്തുകാർ, അവരുടെ തൂലികാനാമങ്ങൾ, അപരനാമങ്ങൾ കേട്ടോ. അതുപോലെ അറിയാലോ, നമുക്കറിയാം ഈ ഉറൂബ് എന്നൊക്കെ പറഞ്ഞ ആരാണ്, അല്ലെങ്കിൽ അതുപോലെ പ്രശസ്തമായ വരികൾ, കൃതികൾ, എഴുത്തുകാർ. ഇപ്പം പറയുകയാണെങ്കിൽ, അങ്കണത്തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴേ, അമ്മതൻ നേത്രത്തിൽ നിന്നുതിർന്നു ചൂടു കണ്ണീർ, അല്ലേ? ഇതൊരു പ്രശസ്തമായ വരിയ, ഇതാ എഴുതിയത് ആരാണ്, അങ്ങനെയുള്ള ഒക്കെ കാര്യങ്ങൾ. മലയാള പത്രപ്രവർത്തനത്തിൻ്റെ ആരംഭം, തുടക്കം കുറിച്ചവർ നിങ്ങൾക്കറിയാം. അവരെയൊക്കെ നാട് കടത്തിയിട്ട് പോലും ഉണ്ട് ആദ്യം, ഓക്കെ, ചില പ്രശ്നങ്ങളുടെ പേരിൽ. അതുപോലെ മലയാള മനോരമയൊക്കെ ആണെങ്കിലും പൂട്ടിയിടപ്പെട്ടിട്ടുണ്ടല്ലേ, സർ CP രാമസ്വാമിയുടെയൊക്കെ ആ ഒരു ടൈമിൽ. പിന്നെ ആനുകാലികങ്ങളുണ്ട്, പ്രധാനപ്പെട്ട അവാർഡ്സ്, ബഹുമതികൾ ഉണ്ടോ, ഇതിനകത്തെല്ലാം അത് വരുന്നതാണേ. അവാർഡിന് അർഹരായ എഴുത്തുകാർ, റീസെൻ്റ്ലി ഉള്ളത് എന്താണെങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ. കഴിഞ്ഞ വർഷം കിട്ടിയ ഡെഫിനറ്റ്ലി ചോദിക്കും. ജ്ഞാനപീഠം നേടിയ മലയാളികൾ, അനുബന്ധ വസ്തുതകൾ, മലയാള സിനിമയുടെ ഉദ്ഭവം, വളർച്ച, നാഴികക്കല്ലുകൾ, ആദ്യത്തെ നായിക ആരായിരുന്നു അല്ലെ നായകൻ ആരായിരുന്നു അല്ലേ, മലയാള സിനിമയും ദേശീയ അവാർഡ്സും ഒക്കെ കിട്ടുന്ന കാര്യങ്ങൾ ആർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് അല്ലേ. അതുപോലെ സംസ്കാരം, കൾച്ചർ, കേരളത്തിലെ പ്രധാന ആഘോഷങ്ങൾ, ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ അറിയാമല്ലേ, അത്തച്ചമയുടെ നടക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പ്രശസ്തമായ ഉത്സവങ്ങൾ, രഥോത്സവം എവിടെയാണ് നടക്കുന്നത്, കേരളത്തിലെ സാംസ്കാരിക കേന്ദ്രങ്ങൾ, ആരാധനാലയങ്ങൾ, സാംസ്കാരിക നായകർ, അവരുടെ സംഭാവനകൾ അല്ലേ. പിന്നെ അതിൻ്റെ കറണ്ട് അഫേഴ്സും